ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയുന്ന കഥ മനുഷ്യനോട് സംസാരിച്ച കഴുത. വിശുദ്ധ ബൈബിളിലെ സംഖ്യാപുസ്തകം 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കഥ. ഇത് വെറും ഒരു കഥ മാത്രമല്ല, നടന്ന ഒരു സംഭവം കൂടിയാണ്. കഴുതയുടെ യജമാനനായ ബിലെയാം ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതെ വന്നപ്പോൾ യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ഈ ദൂതനെ കഴുത കണ്ടിട്ടും തൻ്റെ യജമാനൻ കാണാതെ വരികയും കഴുതയെ അടിക്കുകയും ചെയ്തപ്പോൾ കഴുത നാവെടുത്ത് തൻ്റെ യജമാനനായ ബിലെയാമിനോട് സംസാരിക്കുന്നതാണ് സന്ദർഭം. യഹോവയുടെ വാക്കനുസരിച്ച് മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച ഇസ്രായേൽ ജനം ഹോർ പർവ്വതത്തിൽ എത്തിയപ്പോൾ മോശയുടെ സഹോദരനായ അഹരോൻ മരിച്ചു. പിന്നെ യഹോവയുടെ കൽപ്പന പ്രകാരം അഹരോൻ്റെ വസ്ത്രം ഒരു മകനായ എലിയാസറിനെ ധരിപ്പിച്ചു. അവിടെ നിന്നും ചെങ്കടൽ വഴിയായ ഓബോത്തിലും അവിടെ നിന്ന് മോവാബിന് കിഴക്കുള്ള മരുഭൂമിയിലും പാളയമിറങ്ങി. വീണ്ടും സാരോത് താഴ്വരയിലും അവിടെ നിന്നും അമോര്യരുടെ ദേശത്തു നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനക്കരെ പാളയമിറങ്ങി. അർണോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിറാകുന്നു. അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ പ്രഭുക്കന്മാർ കുഴിച്ച കിണർ എന്ന് പറഞ്ഞ് അതിന് പാട്ടുപാടി. പിന്നെ അവർ പല പ്രദേശങ്ങളും താഴ്വരകളും കടന്ന് മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗ മുകളിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോന്റെ പട്ടണമായ ഹെസ്ബോൻ നഗരവും മോവാബ് രാജാവിനോട് യുദ്ധം ചെയ്ത് അർണോൻ വരെയുള്ള ദേശങ്ങളും അമോര്യരുടെ ദേശം മുഴുവനായും പിടിച്ചെടുത്തു. വീണ്ടും ഇസ്രായേൽ ജനം ബാശാൻ വഴിയായി പോകുന്നത് ബാശാൻ രാജാവായ ഓഗ് അറിഞ്ഞപ്പോൾ തൻ്റെ ജനവുമായി മോശയ്ക്ക് നേരെ തിരിഞ്ഞുവെങ്കിലും ആ ദേശവും അവിടെ നിന്ന് മോവാബിലെത്തി അവിടെയുള്ള ദേശമൊക്കെയും കൈവശമാക്കി. അവിടെ എത്തിയപ്പോൾ ഇസ്രായേൽ ജനം അമോര്യരോട് യുദ്ധം ചെയ്ത വിവരമൊക്കെയും സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ഇസ്രായേൽ മക്കൾ ബലവാന്മാരാകയാൽ അവരെക്കുറിച്ച് മോവാബിന് പേടിയായിരുന്നു. അതിനാൽ ഇസ്രായേൽ മക്കളെ ശപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതിന് സമ്മാനങ്ങളുമായി രാജാവിൻ്റെ ദൂതന്മാരെ പറഞ്ഞയച്ചു. അന്നു രാത്രിയിൽ ദൈവം ബിലെയാമിൻ്റെ അടുക്കൽ വന്നിട്ട്, നിന്റെ അടുക്കൽ വന്ന മനുഷ്യൻ ആരെന്ന് ചോദിച്ചതിന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇസ്രായേൽ ജനത്തെ ശപിക്കേണ്ടതിന് എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം ബിലെയാമിനോട്, അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമാകുന്നു, അവരെ ശപിക്കുവാൻ പോകരുതെന്ന് പറഞ്ഞു. രണ്ടാമതായി കുറച്ചുകൂടെ മാന്യരായ വ്യക്തികളെ ബിലെയാമിനെ വിളിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. ബിലെയാം അവരോട്, എൻ്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും അവരെ ശപിക്കുവാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അന്നു രാത്രിയിൽ യഹോവയായ ദൈവം ബിലെയാമിനോട് പറഞ്ഞത്, നിന്നെ വിളിക്കുവാൻ വന്നെങ്കിൽ പോക, ഞാൻ പറയുന്ന കാര്യം മാത്രമേ നീ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോട് കൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവൻ്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്ക് വഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലെയാമിൻ്റെ കാൽ മതിലോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ട് വീണ്ടും അടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു.
അത് ബിലയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ബിലയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിൻ്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ, ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലയാമിനോട്, ഇവരോടുകൂടെ പോക, എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ പോവുകയും ചെയ്തു. അങ്ങനെ ദൈവജനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ച മോവാബ് രാജാവായ ബാലാക്ക് പറഞ്ഞതുപോലെ ബിലയാം അനുസരിക്കാത്തത് കൊണ്ട് ബാലാക്കിൻ്റെ കോപം ജ്വലിച്ചു. അവൻ ബിലയാമിനോട്, എൻ്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. നീയോ ഇവരെ 3 പ്രാവശ്യം അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ബിലയാം ബാലാക്കിനോട്, ബാലാക്ക് തൻ്റെ ഗ്രഹം നിറച്ച വെള്ളിയും പൊന്നും തന്നാലും യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഗുണമെങ്കിലും ദോഷമെങ്കിലും സ്വമേധയായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. യഹോവ അരുളി ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് എൻ്റെ അടുക്കൽ നീ അയച്ച ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലയോ? ഇപ്പോൾ ഇതാ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു. വരിക, ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്തു ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ ബിലയാമിനോട് തൻ്റെ കഴുത സംസാരിച്ചതുപോലെ ഇന്ന് വരെ കഴുത മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല. ഹായ് കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.